എന്താ ഉദ്ദേശം? എന്തിനാ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നെ? അല്ല, ഞാൻ ഓരോരോ പഴയ കാര്യങ്ങൾ ആലോചിച്ച് ചിരിച്ചതാണ്. ഓരോരോ പഴയ എന്തോന്ന് കാര്യങ്ങള്? അതൊക്കെ ഞാനിപ്പോ എങ്ങനെയാ നിങ്ങളുടെ അടുത്ത് പറയുന്നത്? ഞങ്ങളുടെ അടുത്ത് തന്നെ പറയണം. പറ. പറ. എന്നാ ഞാൻ ഒറ്റ വാക്കി പറയാം. ഒറ്റ വാക്കില ഇരട്ട വാക്കില പറ. എനിക്ക് പിറക്കാതെ പോയ ഉണ്ണിയാണ് മോളെ. നീ എന്തിനാ അടിച്ചിരിക്കുന്നത്? അയ്യോടെ അങ്ങനെ ഇരുന്നല്ല, പപ്പന്റെ ലൈനായിരുന്നു നിന്റെ അമ്മ എന്നാണല്ലോ പറഞ്ഞു വന്നത്. അത് ആലോചിച്ച് ചിരിച്ചതാ. അല്ല പപ്പ, ഈ സിറ്റി കിടക്കുന്ന പപ്പ എങ്ങനെ ഈ ഗ്രാമത്തിൽ കിടക്കുന്ന അമ്മനെ പ്രേമിച്ചത്? അതെ, ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെ പഠിച്ചത് എൻ്റെ അമ്മാവൻ്റെ വീട്ടിലിരുന്ന. അപ്പം നമ്മളെ അമ്മാവൻ്റെ വീട്ട് തൊട്ടടുത്തായിരുന്നു മായമ്മേരം വീട്. നമ്മൾ ഒരുമിച്ചാണ് എന്നും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ടൊന്നുമില്ല, നീ വീട്ട് വന്നേ അപ്പുറത്ത് പോവാ. നല്ല രസമില്ലേ? എന്റെ അമ്മയുടെ ലവ് സ്റ്റോറി കേട്ട് അങ്ങനെ സൂചിക്കൊന്നും വേണ്ട. നീ വരുന്നുണ്ടോ ലക്ഷ്മിയുടെ സ്വഭാവം മാറ്റാതെ? ഒരു കാര്യം ഞാൻ പറയാം, ആവശ്യമില്ലാത്ത പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കി കുടുംബത്തിൽ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. മോളെ മാളു, ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷെ നിന്റെ അച്ഛനുണ്ടല്ലോ ചക്കക്കുരു രവി, അവൻ മഹാസംശയക്കാരനാണ്. അവനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ ഉള്ളൂ. എന്റെ അച്ഛനെ ചക്കക്കുരു രവി വിളിക്കരുത്. മോളു മാളുകുട്ടി, നിന്റെ അച്ഛനെ ഞാൻ മാത്രമല്ല ആ നാട്ടിലെ എല്ലാവരും നമ്മൾ എല്ലാ ബന്ധവും നിർത്തുവാ. എന്തോ അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ച് അവൾക്ക് എന്തൊരു ഫീൽ ആയിട്ടുണ്ടെന്ന് അറിയോ? നീ ചിരിച്ചോർന്നാണ് അവളെ പണങ്ങി പോയത്. അത് എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ?